നമ്മുടെ കയ്യിലെ മൊബൈൽ ഏതെങ്കിലും കാരണവശാൽ സ്ലോ ചാർജിങ് സംഭവിക്കുകയോ ബാറ്ററി ചാർജ് ചെയ്യുന്നതിനായിട്ട് ചാർജ് കുത്തുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ട് മാത്രമേ ചാർജ് കയറുന്നുള്ളൂ എങ്കിലോ അല്ലെങ്കിൽ ചാർജ് കയറുന്നില്ല എന്നുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ഫോണിൽ വരികയാണെങ്കിൽ ചാർജിങ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസുകൾ നിങ്ങളുടെ ഫോണിൽ വരികയാണെങ്കിൽ നിങ്ങളത് റെഡിയാക്കുന്നതിന് വേണ്ടി ഷോപ്പിൽ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാവുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. മിക്കവാറുമൊക്കെ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്ലോ ചാർജിങ് ഇഷ്യൂസ് എന്താണെന്ന് കണ്ടുപിടിക്കാനും അത് നിങ്ങൾക്ക് തന്നെ അത് റെഡിയാക്കി എടുക്കാനും സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം, അതിലേക്ക് പോകാം. ഒന്നാമതായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിലെ ചാർജിങ് കേബിളാണ് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ അത് ഏത് ടൈപ്പ് ചാർജിങ് കേബിളായി, മൈക്രോ USB കേബിളായിരുന്നാലും ശരി, അല്ലെങ്കിൽ നമ്മുടെ സീപോർട്ട് കേബിളായിരുന്നാലും ശരി, ഏത് കേബിളായി ചാർജിങ് കേബിളായിരുന്നാലും ശരി, നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ചാർജിങ് കേബിള് എന്തെങ്കിലും ഡാമേജസ് സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ചാർജിങ് കേബിൾ നിങ്ങൾ മാറ്റി നോക്കുക. ഫസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് ചാർജിങ് കേബിൾ മാറ്റി നോക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളിത് ചാർജിങ് കേബിൾ എടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്താലൊന്നും അത് എവിടെയെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. നിങ്ങളൊന്ന് മാറ്റി നോക്കുക. പലപ്പോഴും ലോ ക്വാളിറ്റി ലോക്കൽ കേബിളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സ്ലോ ചാർജിങ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. കമ്പനി കേബിൾ അല്ലെങ്കിൽ നല്ല ഒറിജിനൽ കേബിൾ തന്നെ നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് നോക്കേണ്ടത് അഡോപ്റ്ററാണ്, ചാർജിങ് അഡോപ്റ്റർ. ഇതേപോലെ ചാർജിങ് അഡോപ്റ്റർ, ഈ ഒരു അഡോപ്റ്റർ നിങ്ങൾ ചെക്ക് ചെയ്യുക. രണ്ടാമത് നിങ്ങൾ നോക്കേണ്ടത് ചാർജിങ് അഡോപ്റ്ററാണ്. ചാർജിങ് അഡോപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ ഫോണിൻ്റെയും നിങ്ങളുടെ ഫോണിൻ്റെ ചാർജിങ് അഡോപ്റ്റർ കംപ്ലൈൻ്റ് ആയാലും നിങ്ങൾ ഇതിൻ്റെ വോൾട്ടും നിങ്ങളുടെ പഴയ അഡോപ്റ്ററിൻ്റെ അവിടെ വോൾട്ടും ആംപിയർ ആയിരിക്കും. ഈ വോൾട്ടും ആംപിയർ അനുസരിച്ചുള്ള അഡോപ്റ്റർ തന്നെ വാങ്ങുക. അതുപോലെ തന്നെ നല്ലൊരു ഒറിജിനൽ അഡോപ്റ്റർ തന്നെ വാങ്ങുക, നല്ലൊരു അഡോപ്റ്റർ തന്നെ വാങ്ങുക. ഡ്യൂപ്ലിക്കേറ്റ് അഡോപ്റ്ററൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫോണിൻ്റെ ചാർജിങ്ങിനൊക്കെ ഇഷ്യൂസ് ഉണ്ടാകും. അപ്പോൾ അഡോപ്റ്റർ ഒന്ന് ചെക്ക് ചെയ്യുക. അഡോപ്റ്റർ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോണിൻ്റെ അഡോപ്റ്ററിൽ നിന്ന് പുറത്ത് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 വോൾട്ട് 2 ആംപിയർ ഔട്ട്പുട്ട് ആണെങ്കിൽ ഈ അഡോപ്റ്ററിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് 5 വോൾട്ട് വരുന്നില്ല എങ്കിലോ അല്ലെങ്കിൽ 2 ആംപിയർ കറക്റ്റായിട്ട് ഇല്ലെങ്കിലോ ഇത് ചാർജിങ്ങിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഔട്ട്പുട്ട് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അഡോപ്റ്റർ മാറ്റി നോക്കാം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചാർജിങ് പോർട്ട്, CC ചാർജിങ് കണക്ടർ അല്ലെങ്കിൽ ചാർജിങ് പോർട്ട് എന്ന് പറയും. ചാർജിങ് പോർട്ട് അല്ലെങ്കിൽ ചാർജിങ് കണക്ടറിലുണ്ടാവും ഇഷ്യൂസ്. ചാർജിങ് പോർട്ട് അല്ലെങ്കിൽ ചാർജിങ് കണക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ചാർജ് പിന്ന് കുത്തുന്ന ഈ ഒരു ഭാഗത്തെയും ചാർജിങ് പോർട്ട് അല്ലെങ്കിൽ ചാർജിങ് കണക്ടർ എന്ന് പറയുന്നത്. ഈ ഒരു കണക്ടറിൻ്റെ അകത്ത് പൊടിയോ അഴുക്കോ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, പൊടി അഴുക്കൊക്കെ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ചാർജിങ്ങിനെ സ്ലോ ചാർജിങ്ങിനോ അല്ലെങ്കിൽ ചാർജിങ് പ്രശ്നത്തിലേക്കോ അത് വഴിതിലേക്കും. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. ചാർജിങ് പോർട്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് നിങ്ങൾ ആ ചാർജിങ് പോർട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. ചിലപ്പോൾ ചാർജിങ് പോർട്ട് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഈ ഇഷ്യൂസുകൾ മാറാവുന്നതാണ്. മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ നമ്മുടെ ചാർജിങ് കണക്ടർ മാറുകയോ അല്ലെങ്കിൽ ഈ ഒരു ചാർജിങ് കണക്ടർ മാറുകയോ അല്ലാന്നുണ്ടെങ്കിൽ ചാർജിങ് IC മാറുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേതെങ്കിലും അതായത് പവർ IC അല്ലെങ്കിൽ അതിൻ്റെ ഒരു സർക്യൂട്ട് ചാർജിങ് സംബന്ധമായിട്ടുള്ള സർക്യൂട്ടുകൾ എന്തെങ്കിലും ഇഷ്യൂസുകളോ കമ്പോണൻസുകൾ ഡാമേജ് ആവുകയോ ഷോർട്ട് ആവുകയോ അങ്ങനെയൊക്കെ ഇതൊക്കെ ഇഷ്യൂസുകൾ ബോർഡ് സംബന്ധമായിട്ട് വരും. അപ്പോൾ അത്തരം ഇഷ്യൂസുകൾ ചില ബാറ്ററി സംബന്ധമായിട്ട് ഇഷ്യൂസുകൾ കൊണ്ടും സ്ലോ ചാർജ് കയറാതെയൊക്കെ വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ഷോപ്പിൽ കൊടുത്ത് മാത്രമേ ചെക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വിളിയുന്നതിന് നിങ്ങൾ നോക്കാവുന്നതാണ്. നോക്കി റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ നേരെ ഷോപ്പിൽ കൊടുത്ത് ടെക്നീഷ്യന്മാരെ അടുത്ത് കൊടുത്ത് ബാക്കി പ്രോബ്ലംസുകൾ നോക്കി റെഡിയാക്കി എടുക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.